ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സച്ചിൻ. ഞാനപ്പോൾ ഇന്നു മുതലൊരു പുതിയ പരിപാടി തുടങ്ങുവാണ്. വേറൊന്നുമല്ല, വ്ളോഗിങ് തുടങ്ങുവാണ്. കുറേ നാളത്തുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ചെറിയ ഫിറ്റ്നസ് കണ്ടൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫാമിലിയിൽ കുട്ടികൾ എപ്പോഴും പറയുമായിരുന്നു കണക്ക് അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഫിറ്റ്നസ് കണ്ടൻറ്റിൽ ചെറിയ ചെറിയ കണ്ടൻറ്റുകളിൽ ഒരിക്കലും നമുക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു വ്ളോഗ് ചെയ്യാം. കുറച്ചായിട്ടുള്ള പ്ലാനിങ് ആണ്. ഇപ്പം അതിനുള്ള റൈറ്റ് ടൈം ആയിട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം നാളെ എൻ്റെയും ഐഷുവിൻ്റെയും രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ്. ഐഷുവിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അതാണ് മെയിൻ സാധനം. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം അവൾ എനിക്കൊരു വമ്പൻ സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവളുടെ എപ്പോഴും പറയുമായിരുന്നു, നമുക്കൊരു പ്രൊജക്ടർ വേണം, റൂമിൽ സെറ്റ് ചെയ്യണം, ബെഡ്റൂമിൽ രാത്രി നമുക്ക് ഒരുമിച്ച് പടം കാണണം. ഇങ്ങനെ ആ ഒരു ഇത് എപ്പോഴും ഞാൻ അവളുടെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അവള് ഞാൻ പോലും അറിയാതെ അളിയനെ കൊണ്ട് ഗൾഫിൽ നിന്ന് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നിട്ട് ഞാൻ ആകെ അങ്ങ് ഷോക്കായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് മനസ്സിൽ ആലോചിച്ചിരിക്കുന്നതായിരുന്നു, അവൾക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആളങ്ങനെ അധികം ആഗ്രഹങ്ങളൊന്നും പറയാത്തൊരു ടൈപ്പാണ്. കാരണം പൈസ അധികം ചിലവാക്കിക്കാത്ത ഒരു ടൈപ്പാണ്. അപ്പോൾ ആൾ കണ്ടിന്യൂസ്ലി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ടിന്യൂസ്ലി പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് ഞാൻ ഈ പ്രാവശ്യം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്നുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്താണ്, ഇതൊക്കെ ആളുടെ എക്സ്പ്രഷൻ, കാര്യങ്ങൾ ഇത് കാണുമ്പോൾ എന്തായിരിക്കും, ഇതൊക്കെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. പിന്നെ ഒരു കാര്യം, ഞാനിത് തുടക്കമാണ്. ഞാനിതിന് മുന്നേ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അധികം വ്ളോഗുകൾ കണ്ടിട്ടുമില്ല ഞാൻ. അപ്പോൾ എന്താണോ അത് ഞാൻ റോ ആയിട്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഫാമിലി എന്താണോ അതും റോ ആയിട്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ മലപ്പുറത്താണുള്ളത്. നമുക്ക് ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകണം. കാരണം ഡെലിവറി ടൈം തൊട്ട് ഡെലിവറി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഐഷു പാലക്കാടാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം. അവിടെ പോയിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇവിടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ ഒന്ന് തിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ ഇവിടെ ഗിഫ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആളറിയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കണം, ചാക്കൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവള് വരുമ്പോഴേ വണ്ടി പരിശോധിച്ച് കണ്ടുപിടിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അവൾ കുറച്ച് CID പണി കൂടുതലാണ് അവൾക്ക്. അവളെ അങ്ങനെ ഒന്നും ഒളിപ്പിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അവൾ എങ്ങനെ പോയാലും തൂക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ലാസ്റ്റ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി നാളെ അവിടെ എത്തിയതിന് ശേഷം ബാക്കി ഉണ്ടായിരിക്കും, അത് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇതിന് കുറച്ച് സാധനങ്ങൾ, നമ്മൾ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടുപേരും കൂടെ വരാനുണ്ട്, അപ്പുവും അച്ചുവും. അത് കണക്ക് അവർ രണ്ടുപേരും കൂടെ പിക്ക് ചെയ്യണം നമുക്ക്. പിന്നെ അച്ചു ഓൾറെഡി ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവളെ വിളിക്കാം. അപ്പോൾ അവളുടെ റിയാക്ഷൻ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അവൾ എക്സ്പെക്ട് ചെയ്യാതെ ചിലപ്പോൾ ഏത് കോലത്തിലായിരിക്കും നിൽക്കുക, ഇതൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. തനിയെ ഡ്രൈവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസിലേക്ക് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ വിനുചേട്ടൻ വന്നിരുന്നു, വന്നിട്ട് പോയി. അപ്പോൾ നമ്മളിവിടെ അച്ചുവിനെ പിക്ക് ചെയ്യാൻ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടതും ഒറ്റ ഓട്ടം ഓടിയിട്ട് വീടിനകത്ത് കയറി പോയിട്ട് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്യണമെന്ന്. അച്ചു തുറക്കടി. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്, ആളിവിടെ ഉണ്ട്. ഓക്കെ. അവൾ ഡ്രസ്സ് ചെയ്തിട്ട് ഏത് കോലത്തിയായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ. എൻ്റെ അച്ചു ഇവിടെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അച്ചു, നമുക്ക് ഇതിനകത്ത് റിയാലിറ്റിയാണ് വേണ്ടത്, റോ സാധനം. മേക്കപ്പ് അല്ല വേണ്ടത്, സമയം വെക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതാണ് കോല. നോക്ക്, വ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വരാൻ പറഞ്ഞത് ഏതോ കല്യാണ ഫംഗ്ഷന് പോകുന്നതാണെങ്കിൽ ഇവിടെ ഒരാളിവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആവുന്നുണ്ട്. എന്തിന്? ഇതാണ് ചോദ്യം, എന്തിന്? ശരി ശരി, എന്തായാലും കണ്ടു, പെട്ടെന്നാവട്ടെ. ഐലൈനർ ഇട്, ലിപ്സ്റ്റിക് ഇട്, പുട്ടിയടിക്ക്.
ആ ഓക്കെ എഴുതിക്കോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അച്ചു. ഓക്കെ, അപ്പോൾ അപ്പു അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അതും കൂടെ പർച്ചേസ് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗിഫ്റ്റ് കാറിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, സമയമാകുമ്പോൾ എടുക്കാം. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം. വീട് അതാണ് തന്നെ, വീട്ടിലുള്ള ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഓക്കെ, എന്തേ കൊടുക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇത് ചേച്ചിയുടെ വീടാണ്, ഐഷുവിൻ്റെ ചേച്ചിയുടെ വീടാണ്. ഓക്കെ, എൻ്റെയും ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ജിമ്മി. ജിമ്മി എന്താ ഒളിച്ചിരിക്കണോ? ഓക്കെ, ഇത് അദ്വിക്ക്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് നോക്കിങ്ങനെ പരിചയപ്പെടാം. ഹായ് പറയും. കണ്ടോ, ഇവിടെ പവർ ടീമാണ്. ഓക്കെ, ഇതാണ്ടതാ ഇവിടെ ഒരു വലിയ മനുഷ്യനുണ്ട് ഇവിടെ. ഓക്കെ, ഹായ് പറടാ. അല്ലല്ല, ചേച്ചി കല്യാണത്തിന് പോകാനാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉടായിപ്പ്. മൈക്ക് കൊടുക്ക്. ഓക്കെ, മൈക്ക് കൊടുക്ക്. അപ്പോൾ അതാണൊക്കെ തന്നെ ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സ്നാക്സ് കട്ട് തിന്നുക, ഇങ്ങനെയുള്ള പരിപാടികളാണ്. ഓക്കെ, കൊടുക്ക്, മൈക്ക് കൊടുക്ക്. എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ? ഒരുപാട് മോശം. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ്, ഇവിടെ സ്നാക്സ് കട്ട് ചെയ്തിട്ട് കൂടുതലാണ്. ഞങ്ങൾ സ്നാക്സ് വെക്കുന്ന ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഞങ്ങൾ സ്നാക്സ് വെക്കുക. ഇതിനുള്ളിൽ ആ വീഡിയോയുടെ ക്ലിപ്പ് കയറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ കയറി കാണിച്ചു തരാം. ഇതിനുള്ളിൽ കയറി ഇരുന്ന് തിന്നുമായിരുന്നു ഇവള്. ഓക്കെ, ഇവള മഹിഷ്മയുടെ ഫ്രണ്ട്സൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് പൊക്കി പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പൊക്കി പറഞ്ഞത്. പിന്നെ താണ്ടത് ഇത് അമ്മു. ഹായ് പറയും. ഇങ്ങനെ ഇനിയുണ്ട് ആളുകൾ. ഇനി എൻ്റെ വൈഫ്. ദിസ് ഈസ് മൈ വൈഫ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് ഞങ്ങളുടെ കുരുട്ട് ഡുണ്ടുമോൾ. അമിയ എന്നാണ് പേര്. ഞങ്ങൾ വയറ്റിലിരിക്കുമ്പോഴേ ഞങ്ങളിട്ട പേരാണ് ഡുണ്ടു. ഓക്കെ ഐശു, നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. എന്താ പറയാനുള്ളത്? മൈക്ക് കൊടുക്കേ, മൈക്കോടെ എന്തെങ്കിലും സംസാരിക്കൂ. എന്തെങ്കിലും പറയൂ. ഓക്കെ ഗൈസ്, ഇതാണ് ചേച്ചി. എന്താ മേക്കപ്പൊക്കെ ചെയ്ത് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മേക്കപ്പ് ചെയ്തതല്ല. ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെന്ന് പറയുന്നത്. ഒന്ന് മുഖം ഒന്ന് കാണിക്കും. ലിപ് ബാമാണ് ഗൈസ്. ഈ പെണ്ണ് ഇപ്പോഴും അലമ്പ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താ അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത പുതിയൊരു സംഭവത്തിലോട്ട് പോവാം. സംഭവമൊന്നുമില്ല, നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം വെഡിങ് ആനിവേഴ്സറി ആണ്, നമുക്കപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണം. സോ എന്താ പറയണ്ടേ, ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ വർഷം ഫുള്ള് ബർത്ത്ഡേ ഉണ്ട്. ജനുവരി തൊട്ട് ഡിസംബർ വരെ ഞങ്ങളുടെ ഫാമിലിയിൽ ഫുള്ള് ബർത്ത്ഡേ ഉണ്ട്. വെഡിങ് ആനിവേഴ്സറികൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും. അങ്ങനെയുള്ളതുകൊണ്ട് അത്ര പുറത്തുനിന്ന് വാങ്ങുന്ന കേക്കുകൾ അത്ര ഹെൽത്തി അല്ല, കുട്ടികളുള്ളതാണ്. കൂടുതലായിട്ട് മധുരം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ ഹെൽത്തി ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയിലോട്ട് പോകാം. വാ, ഞാൻ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതെടുക്കാം. ഇവിടെ ഒരാൾ ഫോണിൽ കളിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ. മാംഗോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. ഇത് വേ പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ ഞാൻ ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുവന്നേ. വാ, ആ കിച്ചണിലോട്ട് പോവാം. ക്യാമറാമാൻ സ്പീഡിൽ വരൂ. ഇതിൽ മക്കളുടെ ഷോട്ട് വരുമ്പോഴേ തരാം.
ഓക്കെ, അപ്പോൾ ഇതിന് സത്യം പറഞ്ഞ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. എല്ലാം എന്താ പറയണ്ടത്, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇതിന് മെയിൻ ക്ലാസ് എനിക്ക് എടുത്ത് തന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി നൗറിനാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളായിരിക്കും ഉത്തരവാദി. ഓക്കെ, അവൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവൾ പറഞ്ഞത് പ്രകാരം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് എന്തായി കഴിഞ്ഞാലും ഞങ്ങൾ സൂപ്പറായിട്ടുള്ള റിവ്യൂ മാത്രമേ കാണിക്കാറുള്ളൂ, അല്ല ആക്ടിങ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ട്, കൊക്കോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ് ഹെർഷീസിൻ്റെ തന്നെ വാങ്ങണം, അതിനാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് ഹെർഷീസിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. ഇച്ചിരി വില കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം ഇത് കുറച്ച് മാംഗോസ്റ്റീൻ വാങ്ങിച്ചതാണ്, അത് പിള്ളേർക്ക് വാങ്ങിച്ചതാണ്, നിങ്ങൾക്ക് വാങ്ങിച്ചാൽ. പിന്നെ അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പിന്നെ വേ പ്രോട്ടീൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് മാവിന് പകരം ഓട്സ് വാങ്ങി, നേരത്തെ വാങ്ങിച്ച കവർ അവിടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കവറിലാണ് നമ്മുടെ ഓട്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എവിടെ അകത്ത് കയറ്റിയില്ലയോ? എവിടെ കൊണ്ടുവന്നായിരുന്നല്ലോ? എവിടെ ആ എവിടെ വെച്ച്? യശോദമ്മ പണി പറ്റിച്ചു ഗൈസ്. എവിടെ എടുത്ത് വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു. കൊണ്ടുവന്ന സാധനം കാണാനില്ല. നീ നൈസായിട്ട് സ്നാക്സ് കട്ട് ചെയ്യുന്നത് എന്റെ ഷോട്ട് എടുക്കാനായിട്ടല്ലേ നീ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഇതിലില്ല ഗൈസ്, ഇല്ല ഗൈസ്. മിക്കവാറും കേക്കിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു. വാങ്ങിക്കൊണ്ടുവന്ന സാധനം കാണില്ല, എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൾ ചെയ്ത് നോക്ക്, ഫ്രിഡ്ജിലുണ്ടോ നോക്കാം. നമുക്ക് ആദ്യം ഫ്രിഡ്ജിൽ നോക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അതായിരിക്കണം, അങ്ങനെ കവറോടെ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും പുറത്ത് കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാവിന് പകരം ഓട്സ് പൊടിച്ചിട്ട് അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ വൈകിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മധു പേസ്റ്റ്, കുറച്ച് പാല്, തൈര്, അത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ. അതെന്തിനല്ലേ പറഞ്ഞ കൂടെ. ഓക്കെ, ഇപ്പോൾ കുറച്ച് ആളുകൾ പുറത്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്ന സമയത്തുള്ള അത്ര ആളുകൾ ഇല്ല ഇവിടെ, കാരണം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അവർ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും വരും, റീജോയിൻ ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. ചേച്ചിയാണ് ബിരിയാണി സ്പെഷ്യൽ. നന്നാവും ഇല്ല ചേച്ചി, റിയലി ചേച്ചി നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്നിട്ട് എന്താവും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതെന്തായാലും വൈകിട്ട് തന്നെ കാണണം. അത് ചേച്ചി വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കേക്കിനുള്ള പരിപാടികൾ തുടങ്ങാം. ഓക്കെ, അതിന് പാത്രം വേണം. പാത്രം മഹിഷ്മ, പാത്രം അവിടെ. നനവില്ലാത്തത് വേണം. ബ്യൂട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം വരാൻ പാടില്ലെന്നാണ് നൗറും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കളയണം. പക്ഷേ ഈ തുണി എൻ്റെ കുഞ്ഞിൻ്റെയാണ്. ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചില്ല, കുഞ്ഞിന് വാങ്ങിച്ച തുണിയാണ്. കുഴപ്പമില്ല. ദേ പോന്നു പടവലം. അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ടുണ്ട്. നമുക്ക് അവൾ എന്തൊക്കെയോ പറഞ്ഞ്, സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ മൈദന് വരെ നമുക്ക് ഓട്സ് നമുക്ക് മിക്സിയിൽ അടിക്കണം. ആദ്യത്ത് മിക്സി അല്ല മേളിൽ, ജാറാണ് മേളിൽ. മിക്സി തോരിക്കും. വിവരം അപ്പോൾ ഇതും ഡ്രൈ ആക്കണം. അപ്പോൾ ഇത് നന്നായിട്ട്
തുടച്ച് സെറ്റാക്കി എടുക്കണം. എന്താവുമെന്നൊന്നും അറിയത്തില്ല. കേക്ക് പൊങ്ങി വരുമോന്നും അറിയത്തില്ല, പാറക്കല്ലാവുമെന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും റിവ്യൂ കറക്റ്റായിട്ട് പറയാം. അതെ, ഇല്ല നമ്മൾ കറക്റ്റ് പറയാം. വാവ്, അടിപൊളി, ഇങ്ങനെയൊക്കെ വേണം നമ്മളെ പറയാൻ. ഓക്കെ, നന്നായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലോപ്പാണ് തന്നെ പറയും. ഇല്ല ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര അടിപൊളിയാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഓട്സ് നെഗറ്റീവ് അടിക്കാൻ പാടില്ല, കറക്റ്റ് പോസിറ്റീവ്. എന്താണ് ഇത്, മുറിയത്തതും ഇല്ലേ? വെട്ടുവാണ്, മുറിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് പ്രകാരം ഒരു കപ്പിന് എത്രയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് കപ്പില്ല, നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഇടാം. ഇത്ര ഇട്ടിട്ടുണ്ട്, ഇതിന് ഈക്വൽ ആവുന്ന രീതിയിൽ ഇടാം. കാരണം നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള കേക്ക് മേക്കേഴ്സ് ഒന്നും അല്ല. ഓക്കെ, നമുക്ക് പക്ഷേ ഒരു പ്രൊഫഷണൽ ഉണ്ട്. അങ്ങോട്ടേക്ക് കാണിക്കൂ, ഇതോടെ നിന്ന് എത്തി നോക്കുന്നു, കാണിക്കൂ. കണ്ടാ പ്രൊഫഷണൽ ഉണ്ട്, പക്ഷേ ഒരു തരത്തിലും പ്രൊഫഷണൽ ഇങ്ങോട്ട് വരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അളവ് ഏകദേശം ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ജാറിൻ്റെ ഇത്ര ഇട്ടിട്ടുണ്ട്. ഓക്കെ, നീ എന്തോ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ മൗനങ്ങളൊക്കെ എന്തൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ടല്ലേ? പൗസൊന്നും ആയിട്ടില്ല, സംസാരിച്ചു, നോർമലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സി ഇട്ട് അടിച്ച് എടുക്കാം. വിത്തൗട്ട് വാട്ടർ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഉത്തരവാദി നൗറിനാണ്. അപ്പോൾ നോക്കാം എന്തായി. ഇത്രയും പൊടി മതിയാവുമോ അറിയില്ല, കുറച്ചുകൂടെ പൊടിക്കണം അല്ലേ? ഓക്കെ, കുറച്ചുകൂടെ പൊടിക്കണമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ എന്താ ഈ ഒരു സൗണ്ട് കേട്ട്? വീഡിയോ റീസ്റ്റാർട്ട് ആയതല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഒരുവിധം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അറിയില്ല, നോക്കട്ടെ. ഇത് മതിയാവുമോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ച് നോക്കാം. കൊളാവായിരുന്നു മതി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ കേക്കാണ് ഗൈസ്. ആദ്യത്തെ വ്ളോഗ് പോലെ ആദ്യത്തെ കേക്ക്. അപ്പം എന്തായാലും ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നീ വലിച്ചു സംസാരിച്ചോ? അതൊക്കെ അമ്മയ്ക്ക് അറിയാം. നിന്റെ അമ്മ മുങ്ങിക്കളഞ്ഞില്ലേ കല്യാണം എന്നും പറഞ്ഞിട്ട്. അമ്മ വരുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കി. നിന്റെ അമ്മായിക്കും അറിയാം, പക്ഷെ അമ്മായി ഏരിയ വരുന്നില്ല. കേട്ട സീനാവും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. കട്ടയായിട്ടിരിക്കുന്നുണ്ട്. മിക്കവാറും അത് മിക്സിയിൽ ഇതായതിൻ്റെ ആയിരിക്കും തോന്നുന്നു. സോഫ്റ്റാണ്. നമുക്ക് ചെറിയ കേക്ക് മതിയല്ലോ. വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ പറയരുത്. ആദ്യത്തെ ഒരു ഫോട്ടോഗ്രാഫിക് സെഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായി കിട്ടണം എന്നില്ല. അതൊക്കെ പറയും, കുറ്റം പറയേണ്ടത് പറയും. കുറ്റം പറഞ്ഞതിന് മാത്രം ഒരു കുറവുമില്ല ഇവിടെ. ഞാൻ ഇവരുടെയൊക്കെ പേര് പറഞ്ഞില്ല. അദ്വിക്കിനെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്വിക്ക് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ആ ഷോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഉടായിപ്പ് മഹിഷ്മ. ഓക്കെ, ക്യാമറയുടെ ബാക്കിൽ അശ്വിനിയാണ്, അച്ചു. അതും നമ്മുടെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ എൻ്റെ വൈഫ് ഐശ്വര്യ, അത് നമ്മൾ കാണിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ ഉണ്ട്. ബാക്കിയുള്ളവർ ഇനി വരുമ്പം അവരെ ഡയറക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഇനി എന്തുവായിരുന്നു ചെയ്യണ്ടേ? അപ്പോൾ നമ്മളിനി മാവ് ഇത് പൊടിച്ചിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഫൈനായി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ പ്രൊഫഷണൽ കുക്കല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി കറക്റ്റായിട്ട്. ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, യെസ്, കൊക്കോ പൗഡർ. അതും ഹെർഷീസിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ ഒരു തല എത്തി നോക്കുന്നുണ്ട്. ക്യാമറ അങ്ങോട്ട് തിരിക്കും. അറിയാമെങ്കിൽ പറഞ്ഞു തരും സ്വാമി. ഓട്സ് പൊടിച്ച് ഇത്രയും പൊടിച്ചാൽ മതിയോ നോക്ക്. ഇല്ലില്ല, ഇതാണ്ട് ഇവിടെ ഉണ്ട് ബേക്കിംഗ് പൗഡർ. വേറെ ഉണ്ടാ? ബേക്കിംഗ് സോഡ വേണോ? പൗഡർ പോരെ? രണ്ടെണ്ണം. ഓക്കെ, ഇത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പ്രശ്നം പിന്നെ ഉണ്ടോ? ആ, കൊക്കോ പൂക്കി. അപ്പോൾ ഗൈസ്, കേക്ക് എൻ്റെ വകയല്ല, ഐഷു ആണ് ഉണ്ടാക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐഷുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഐഷുവിൻ്റെ റെസിപ്പിയായിട്ട് മാറുന്നതാണ്. നീ ഫീൽ ചെയ്താൽ മാത്രം മതി. ഇവിടെ ഒരാൾ ആക്ടിങ് ഒന്ന് കാണിക്കും. ഓവർ ആക്ടിങ് കണ്ട, മണത്ത് കറങ്ങി ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഇടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇടുന്നില്ല, നമ്മുടെ പ്രൊഫഷണൽ തന്നെ ഇടാന്നാണ് പറഞ്ഞത്. കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് കട്ടിയായി പോവും. അല്ല, ഇത് തോനെ ഇടണം. ഇല്ലില്ല, തോനെ ഇടണം. വേ പ്രോട്ടീൻ ഇടുന്നുണ്ടല്ലോ നമുക്ക്. ഇത് തോനെ ഇടണം. അവസാനം ഇവിടെ ഇടിയാവും. അത് ഇടടി. ഈ മേളിലിരിക്കുന്ന കട്ടിയിടും. ഇത് വെച്ചിട്ടൊന്നും പോകത്തില്ല. കേക്ക് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി വീട്ടിൽ ഉണ്ടാക്കിയതിൻ്റെ ആളാണ്. ഒന്നാമത് ഡയറ്റിലായതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എഗ്ഗ് നമ്മൾ ആദ്യമേ ബീറ്റ് ചെയ്ത് വെക്കണ്ടേ? ആദ്യം ഇത് എസൻസ് ഒക്കെ അതിനകത്തല്ലേ ഒഴിക്കണം, ഇതിനകത്ത് ഇപ്പോൾ വേണ്ട. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. നോക്ക്, മണം പിടിച്ച് സൂഹിക്കണം. മണത്ത് കളിച്ച് വരും. നോക്കി ഇടയിൽ വന്ന് കയറി പോയി, പാതി വഴിയിലിട്ട് പോയി. എഗെയിൻ ഷെഫ് സച്ചിൻ തന്നെയാണ് ഉടായ്പ പോയി കളഞ്ഞു. എൻ്റെ ഒരു അറിവ് പ്രകാരം കൊക്കോ പൗഡർ കൂടുതൽ ഇടണം. ഓക്കെ, അവൾ അറിയണ്ട. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ ഇട്ടിട്ട് പോയ കൊക്കോ പൗഡറാണ് നമുക്ക് പറയാം. ഓക്കെ, കുറച്ച് കൂടുതൽ കൊക്കോ പൗഡർ ഇടാം. ഇത് പച്ചക്ക് തിന്നാമോ? എനിക്ക് അറിയത്തില്ലടാ, മാമക്ക് അറിയത്തില്ലടാ. ലൈറ്റായിട്ട് ടേസ്റ്റ്, കശപ്പുണ്ടാവും. ലൈറ്റായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അവൻ്റെ എക്സ്പ്രഷൻ എടുക്കൂ. ആക്ട് ചെയ്യാതെ കറക്റ്റ് എക്സ്പ്രഷൻ ഇടാ. അത് എങ്ങോട്ടാണ് ഓടിയെന്ന് അറിയാൻ പറ്റില്ല. കളയാനാണ് ഓടിയെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് മിക്സ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാമായിട്ട് യോജിപ്പിക്കണം എന്നാണ് നൗറിൻ പറഞ്ഞു തന്നത്. എല്ലാം നൗറിനാണ്. നമ്മളിത് അരിച്ചെടുക്കും ഇനി. അപ്പോൾ ആ കട്ടിയുള്ളതൊക്കെ അങ്ങ് സോഫ്റ്റ് ആവും. അതാണ്ട കൊക്കോ പൗഡർ തിന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ മതി. കുഞ്ഞാണ് ഉണർന്നു പോകുന്നല്ലേ? കുഴപ്പമില്ല, നമ്മുടെ അവിടെ സിംഗക്കുട്ടി ഉണ്ട്, അവിടെ ഐഷു ഉണ്ട്. ഐഷു ഹാൻഡിൽ ചെയ്തോളൂ.
എന്താ ക്യാമറമാൻ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ആ വഴിക്ക് അങ്ങനെ പോയിട്ടുണ്ട്. എന്നിട്ട് പറയും ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ നോക്കി. ഞാനും ഭാവിയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ വേണം. എന്ത് ചെയ്യാനാ, പരിപാടി നടന്ന ദിവസമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ലല്ലോ, പിന്നെ എങ്ങനെ കുഞ്ഞായിട്ട് ഫോട്ടോ എടുക്കുക? നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോ ഇല്ലല്ലോ, ഞങ്ങൾക്കില്ല. ഓക്കെ, കുറച്ച് കുട്ടികളെ കളിപ്പിക്കുന്ന സെക്ഷനിൽ ക്യാമറമാൻ ചേഞ്ച് ആയിട്ടുണ്ട്, നമ്മുടെ ഉടായിപ്പ് ക്യാമറയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ എന്താ പറയണ്ടേ മോഡൽ അച്ചു ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. കുറേ നേരം കൊണ്ട് ഇത് മിക്സ് ചെയ്യൽ മാത്രമേ ഉള്ളത്, അടുത്ത് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതാണ് ഓക്കെ. നമ്മൾ വേ പ്രോട്ടീൻ ഉണ്ടോ? ഓക്കെ, മധുരത്തിന് നമ്മൾ ഷുഗറിന് പകരം വേ പ്രോട്ടീനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേ പ്രോട്ടീൻ ഞാൻ ഒരു ടിഫൻ ബോക്സിലാക്കി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിടാം. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കൂടുതൽ ഇടാമായിരിക്കും, കുഴപ്പമില്ല, മധുരത്തിനില്ല, നല്ലതാണ്, പ്രോട്ടീനുമാണ്. അപ്പോൾ നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കുറച്ച് മാറ്റി വെക്കാം, എനിക്ക് വൈകിട്ട് കുടിക്കാനായിട്ട്. നിനക്ക് തരും, നിനക്ക് തരാതെ മാമ കുടിക്കില്ലല്ലോ. അത് ഞങ്ങൾക്കും കൂടി കുറച്ച് അടിച്ചു മാറ്റുന്നതായിരിക്കും. ഓക്കെ, നല്ലത്. എല്ലാവരും പ്രോട്ടീൻ കഴിക്കുക. ഗൈസ്, നമ്മളൊരു നുള്ളു ഉപ്പിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതെന്തിനാണ് നീ ഇങ്ങനെ മുഖത്ത് കയറ്റി ക്യാമറ വെച്ചിരിക്കുന്നത്? സിമ്പിളായിട്ട് പിടിക്കുക ക്യാമറ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. എവിടെയോ ഇതിനെപ്പറ്റി നൗറിൻ പറഞ്ഞു തരുന്ന ഒരു സെക്ഷനിൽ ഉപ്പിടണമെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അച്ഛൻ ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നേ? അച്ഛൻ കേക്കൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേ. ഞങ്ങള് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ജിമ്മാവും, അച്ഛനെ പോലെ ഇങ്ങനെ ജിമ്മാവും. അച്ഛൻ ജിമ്മല്ല, ജിമ്മ ആയിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ പോലെ ജിമ്മാവും. പക്ഷേ ഇപ്പൊ തന്നെ ഞങ്ങൾ ജിമ്മിലേക്ക് എടുത്തിട്ട് പോണതായിരിക്കും കുട്ടനെ. കുറച്ചൊന്ന് നടക്കാനായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ജിമ്മിൽ കൊണ്ടുവരും. ഞങ്ങള് വരുന്നില്ല അച്ഛാ, ഞങ്ങള് പോട്ടെ, ഞങ്ങക്ക് ഉറങ്ങണം. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് കൂടുതലുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 കേക്ക് ഉണ്ടാക്കാനുള്ള സാധനം എന്താവും അറിയത്തില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ കഴിക്കേണ്ടത്, നമ്മൾ കഴിച്ചു തീർക്കും. ഇത് ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ വെച്ചിരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല. ഇൻ കേസ് ഇത് അവിടെ റേഡിയോ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്കിത് കുറച്ച് കട്ടിയായി കഴിഞ്ഞാലും ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, എല്ലാം നല്ല സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെച്ചിരുന്നിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനി അരിക്കണം. ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് വരുന്നുണ്ട്, കമന്റ് സബ്സ്ക്രൈബ് ഇടയിലിങ്ങനെ വരുന്നുണ്ട്. നമ്മളെ പറയുന്നില്ല, ചെക്കനെങ്കിലും പറയട്ടെ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അരിപ്പയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് സ്വാഭാവികമായിട്ട്, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ല, യൂസ് ചെയ്തിട്ടുള്ളതിന് നന്നായിട്ട് കാണാനുണ്ടല്ലേ, അതാണ് ഹൈലൈറ്റ്. ഓക്കെ, നമ്മളപ്പോൾ അത് ഇങ്ങനെ കറങ്ങി പറയണുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. വേറെ പാത്രങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനകത്താക്കാം. ഇതിന്റെ പേരെന്താണ്? പല സ്ഥലങ്ങളിൽ നമ്മുടെ അവിടെ ചീനച്ചട്ടി എന്നൊക്കെ പറയും, ഇവിടെ വടച്ചട്ടി എന്ന് പറയും, അങ്ങനെയൊക്കെ ഓരോ പല പല പേരുകളിൽ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിച്ചിടാം. ഓക്കെ, കമന്റിനുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനി അരിക്കാം. കുറേശ്ശെ ഇട്ടിട്ട് അരിക്കാം അല്ലേ? അച്ഛൻ പണ്ടേ കിറുക്കാന്ന്. ഇതിന്റെ കൂടെ ഒക്കെ ആണല്ലോ ദൈവമേ ഞാൻ ജീവിക്കേണ്ടതെന്നാണ് എൻ്റെ കുഞ്ഞാലയും. നന്നായിട്ട് അരിച്ചു വരുന്നുണ്ട്. മഹിഷ്മയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് വാരി വിതറുക. ഇതാണ് രാവിലെ ഒരു സംഭവം നടന്ന്
രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്നലെ പറഞ്ഞു വ്ളോഗ് എടുക്കുമെന്നുള്ളത്. ഓക്കെ അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കല്ല രാവിലെ ഞാൻ ഡോറിന്റെ കുട്ടി പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ക്യാമറ ആയിട്ട് വന്നു കേട്ടാ. നോക്കിയപ്പോഴത്തേക്ക് അമ്മുണ്ട്, അനഘയുണ്ട്. അനഘ പല്ല് കഴിക്കാനായിട്ടൊക്കെ ഒറ്റ ഓട്ടം. നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങി സോഫയിലോട്ട് വന്നപ്പോഴത്തേക്ക് മഹിഷ്മ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ക്യൂട്ട്നെസ് ആര് ഇതറാണ് എന്താ ഞാൻ സംഭവം ഫസ്റ്റ് ആണല്ലോ, എനിക്കും ഫസ്റ്റ് ആണ് ഇവർക്കും ഫസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള ഒരു എക്സ്പ്രഷൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു, അതെ ഞാനപ്പോൾ പറഞ്ഞിരുന്നു ഓൾറെഡി ഇന്നലെ പറഞ്ഞു, നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആ ഒരു സാധനം കാണിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരെങ്ങനെ കാണിക്കും, എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ എന്നുള്ളത് കാണാനായിട്ട് ചുമ്മാ കാണിച്ചതാണ്. അപ്പൊ കിട്ടിയ സാധനമാണ് ഇത്. ക്യാമറമാന്റെ ഒരു ലുക്ക് മാത്രം പെട്ടെന്ന് കിട്ടിയില്ല. ക്യാമറമാനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതെന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. ക്യാമറമാൻ എന്തൊക്കെയാണ് കാണിച്ചതെന്നുള്ളതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാം ഉണ്ടാവും.